ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരൽപ്പം പാലൊഴിച്ചിട്ടാകുമ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് മൊത്തമായിട്ട് ഒരു പാക്കറ്റ് പാൽ മതി. അപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് ബാക്കിയുള്ള പാലൊഴിക്കാം. ഇപ്പോൾ പാലിവിടെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേറെ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഐസ്ക്രീമിന് വേണ്ടത് മധുരം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എന്തായാലും വേണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാലിവിടെ പതിച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും പാലും കൂടി ചേർത്ത് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സൈഡിലുള്ള പാടയൊക്കെ പാലിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. നല്ലപോലെ കുറുകി വരണ്ട, ചെറുതായിട്ടൊന്ന് മതി. ഇനി ആ സൈഡിലുള്ള പാടയൊക്കെ ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം.
ഇതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ തേനെക്കാട്ടി കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൽ ചിലത് കട്ടയൊക്കെ ആയിട്ടുണ്ടാകും, അത് പ്രശ്നമില്ല. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ശരിയായിക്കോളും. ഇനി ഇതൊരു 2-3 മിനിറ്റിനൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കാം മിക്സിയിൽ നിന്ന്. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത് ഒരു മൂടി വെച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യുന്നു. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് പുറത്തെടുക്കാം. അപ്പം അതൊന്ന് ക്രീമി ആയിട്ടുണ്ട്, നന്നായിട്ട് ഉറച്ചിട്ടൊന്നുമില്ല. ഇനി അത് നമുക്ക് വീണ്ടും മിക്സിയിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മാംഗോ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ, ഇല്ലെങ്കിൽ വാനില എസൻസ് ആണെങ്കിൽ അതും കൂടി അതായാലും ചേർത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി അടച്ച് വെച്ച് ഫ്രിഡ്ജ് ഒരു 6-8 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 6 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.